തുടങ്ങിയ നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോൾ ഒരു വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് പാലക്കാട് കൂനത്തറ സ്വദേശിനിയായ 31-കാരി ആതിര. നെറ്റിപ്പട്ടം മാത്രമല്ല കേട്ടോ, അനേകം വെറൈറ്റികൾ ആതിരയുടെ പക്കലുണ്ട്. ആതിരയുടെ കരവിരുതുകൾ കണ്ടുവരാം. ഇക്കാണുന്നതാണ് പാലക്കാട് കൂനത്തറ രത്നവിലാസിൽ ആതിര. കുട്ടിക്കാലത്ത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ മുത്തുകൾ ഒട്ടിച്ചു വെച്ച് പരീക്ഷിച്ച ബോട്ടിൽ ആർട്ടുകളിൽ നിന്നാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്കുള്ള ചുവടുവയ്പുണ്ടായത്. പിന്നീട് ചില്ലുകുപ്പികളിലും പരീക്ഷിച്ച് വിജയം നേടി. വിവാഹശേഷം ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണയോടെ പഴയ കരകൗശല വിരുതുകളെ പൊടിതട്ടിയെടുത്തു. അങ്ങനെയാണ് ആദ്യം ഒരു നെറ്റിപ്പട്ടം യൂട്യൂബിൻ്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കി നോക്കിയത്. സംഗതി ക്ലിക്കായപ്പോൾ ആ നെറ്റിപ്പട്ടത്തിന് ആവശ്യക്കാരുമുണ്ടായി. ഇപ്പോൾ 1 അടി നീളം മുതൽ 5 അടിയിലും 6 അടിയിലും നീളമുള്ള നെറ്റിപ്പട്ടങ്ങൾ വരെ ആതിര നിർമ്മിക്കുന്നുണ്ട്. നിർമ്മിച്ച ശേഷം സ്വന്തം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലാണ് പരസ്യപ്പെടുത്തൽ. വിൽപ്പന ദുബായ്, ഖത്തർ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ. ആതിരയുടെ നെറ്റിപ്പട്ടങ്ങളെ തേടി വിളികളെത്താറുണ്ട്. ആവശ്യക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആതിര നെറ്റിപ്പട്ടത്തിൽ മാത്രം തൻ്റെ കരകൗശല ബിരുദുകളെ ഒതുക്കി നിർത്താതെ വെറൈറ്റിയായ അലങ്കാര തെടമ്പുകളും കീച്ചെയിനുകളും നെറ്റിപ്പട്ടങ്ങളുമെല്ലാം നിർമ്മിച്ചു നൽകി. ക്യാൻവാസും വെൽവെറ്റും പോളിമർ മുത്തുകളും പല വർണ്ണങ്ങളിലുള്ള നൂലുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം. മുത്തുകൾ ക്യാൻവാസിൽ പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു വെക്കുന്നത്. ഭർത്താവ് പ്രഭുവിൻ്റെയും മക്കളായ ഹരികൃഷ്ണൻ്റെയും ആദവ് കൃഷ്ണൻ്റെയും ഭർത്തൃമാതാവ് ശകുന്തളയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തനിക്ക് വലിയ രീതിയിലുള്ള ഊർജം പകരുന്നുണ്ടെന്നും ആതിര പറഞ്ഞു. എൻ്റെ പേര് ആതിര. ഞാൻ പാലക്കാട് ജില്ലയിലെ കൂനത്തറ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. കൊറോണ കാലത്ത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് സക്സസ് ആയി. വാണിയംകുളം പഞ്ചായത്തിലെ CDS ഓഫീസിൽ നിന്നും അവിടുത്തെ മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തൃശ്ശൂർ കില സെന്ററിൽ പോയിട്ടാണ് നെറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചത്. ഒരു വരുമാന മാർഗമായി അവിടെ പോയി പഠിച്ചപ്പോൾ പിന്നെ വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ കയറുന്ന ഉണ്ടാക്കി, പിന്നെ അത് പരിസരത്തുള്ള ഒരാൾ വാങ്ങിച്ചു. അത് കണ്ട് കുറേ പേര് ഓർഡറുകൾ തന്നു. പിന്നെ ഇന്ത്യയിൽ എവിടേക്കും ഇത് കൊറിയർ വഴി അയക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. നിർമ്മാണത്തിലൂടെ സംരംഭകത്വത്തിനുള്ള പുതിയ സാധ്യതകളും തേടുകയാണ് ഈ യുവതി. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.